ഇറാൻ്റെ കാര്യത്തിൽ പുറമേക്ക് പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇറാനുള്ള അമേരിക്കയുടെ പ്രശ്നം? ഇറാൻ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കാൻ പോവുകയാണ്, ഉണ്ടാക്കിയെന്നുള്ളതല്ല, ഏതോ കാലത്ത് ഉണ്ടാക്കുമെന്ന് കുറേ കാലമായി നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കാൻ പാടില്ല. യുറേനിയം എൻറിച്ച്മെൻറ്റ് അത് നടത്താൻ പാടില്ല. അതിൻ്റെ നൈതികവും ധാർമ്മികമായുള്ള പ്രശ്നം അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യം അവരുടെ ശാസ്ത്ര സാങ്കേതികമായ കഴിവുകൾ ഉപയോഗിച്ച് അവരുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ പാടില്ല എന്ന് പറയാൻ നിനക്കെന്ത് അധികാരം എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ലോകഘടനയിൽ ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. ഇനി ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പൊസിഷൻ എന്താണ്? ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല, കാരണം വി ഹാവ് എ ഫത്വ ഹിയർ. ഒരു റിലീജിയസ് എഡിക്റ്റ് ഉണ്ട്. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന എഡിക്റ്റ്. ആരുടെയാണ് ആ ഫത്വ? ഇമാം ഖുമൈനിയുടെ ഫത്വയാണ്. ഇമാം ഖുമൈനിയുടെ ഫത്വയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് മതപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ഫത്വ ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബോംബ് ഉണ്ടാക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്ക ഇസ്രായേലും പറയുകയാണെന്ത്? അതൊന്നുമല്ല, ഒരു ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. നോക്കൂ, ഇറാൻ ബോംബ് ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിക്കുക. ഇസ്രായേലിൻ്റെ കയ്യിൽ ബോംബുണ്ട്, അമേരിക്കയുടെ കയ്യിൽ ബോംബുണ്ട്, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്. അതേപോലെ അവകാശം ഇറാനുണ്ടല്ലോ. അവർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കില്ല, ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഫത്വയുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഊർജ്ജാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബഹളവും ഉപരോധങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് ഇറാനോട് ആവശ്യപ്പെടാൻ അമേരിക്ക ഈ ടേബിളിൽ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഇറാൻ നേരത്തെ പൊസിഷൻ എടുത്താണ്. ഇനി യുറേനിയം എൻറിച്ച്മെൻറ്റ് അത് പാടില്ലെന്നാണോ? അങ്ങനെ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തോട് പറയാൻ പറ്റുക? അവരുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്താൻ, സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്നാണ് അമേരിക്ക ആവശ്യപ്പെടാൻ പോകുന്നത്. നോക്കൂ, മൂന്നാമത്തെ ആവശ്യം മാർക്കോ റൂബിയോ കഴിഞ്ഞ 2-3 ദിവസമായി പത്രസമ്മേളനങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇറാനോട് അവർ ആവശ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു ആവശ്യം, ഡിമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് കുറക്കണം എന്നുള്ളതാണ്. ഇത് വിചിത്രമായ ആവശ്യമെന്ന് ആലോചിച്ച് നോക്കൂ. ഇറാൻ്റെ കൈവശമുള്ള അവരുടെ മിലിറ്ററി അസറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അത് ഇപ്പോൾ അതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് ഇസ്രായേലും കണ്ട് ഗ്രീസ് വരെ എത്തുന്ന, യൂറോപ്പ് വരെ എത്തുന്ന അത്രയും ദൂരത്തിൽ പോയി പതിക്കാൻ ശേഷിയുള്ളതാണ്. അതിൻ്റെ പ്രഹരശേഷി എന്താണെന്നാൽ കഴിഞ്ഞ ജൂണിലെ 12 ഡേ വാറിൽ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട 12 ഡേ വാറിൽ കണ്ടു കഴിഞ്ഞതാണ്. ആ വാർ 12 ഡേ വിട്ടിട്ട് ഒരു 18 ഡേയ്സ് കൂടെ പോവുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഡെസ്റ്റിനി തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് വിശകലനം ചെയ്ത ആളുണ്ട്. അമേരിക്കയാണ് ഇസ്രായേലിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ഈ ബാലിസ്റ്റിക് അസറ്റ് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. ഇസ്രായേലിന് അത് വലിയ ഭീഷണിയാണ്. അപ്പോൾ ഇത് ആരുടെ ആവശ്യമാണ്? ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഇവരുടെ ബാലിസ്റ്റിക് അസറ്റ് ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു രാജ്യം ഒരു ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി നേടിയെടുക്കണം. അതുപോലും ഇറാൻ ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കണം. 10-20 വർഷമായിട്ട് അവർ നേരിടുന്ന അങ്ങേയറ്റം ഇടുങ്ങിയ ഉപരോധങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ ഈ സാങ്കേതികമായ വികാസം സാധ്യമാകുന്നത്. അവർ ഇത്രയും റേഡിയസ് ഉള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാനുള്ള ശേഷി അവർ നേടിയെടുത്തു. അവരത് പ്രൊഡ്യൂസ് ചെയ്തു, വലിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്തു. എന്താണ് നാളെ മുതൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമോ? ഒരു കൂട്ടർ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ ഒന്ന് താത്തി പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് നടക്കുമോ? നമുക്ക് പഴയ ഈ മൊബൈൽ കമ്പനികളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഫോൺ ഇപ്പോൾ ഉണ്ടാക്കരുത്, ഇത് പഴയ നോക്കിയാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇറാൻ അതിനോട് പ്രതികരിച്ചത് ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ളത് അത് ചർച്ചയിലേ ഇല്ല, റെഡ് ലൈനാണ്. ഞങ്ങളെ സംബന്ധിച്ചത് റെഡ് ലൈനാണ്. ഈ കാര്യത്തിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഈ പറയുന്ന ന്യൂക്ലിയർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്, യുറേനിയം എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്താം. പക്ഷേ ഉപരോധത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കണം. നിങ്ങൾ ഉപരോധം അവസാനിപ്പിക്കണം. എങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിലൂടെ എന്തെങ്കിലും ഫലവത്തായ ഒരു ഔട്ട്കം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചർച്ചയെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അസംഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഫേസ് സേവിങ് എക്സസൈസാണ് ട്രംപിനെ സംബന്ധിച്ചത്. കാരണം പുള്ളി ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടു അവിടെ റെജീം ചേഞ്ച് വരാൻ പോവാണ്, പിള്ളേരെ അവിടെ കയറി അടിക്കാൻ പറയുന്നു, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറയുന്നു. ഒന്നും നടന്നില്ല. പിന്നെ ഈ കപ്പൽപ്പട അയക്കുന്നു. കപ്പൽപ്പട അയച്ചാൽ അത് അവിടെ കപ്പൽ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഈ യുദ്ധം നടക്കണം. യുദ്ധത്തെ സംബന്ധിച്ച് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാനിൽ പ്രക്ഷോഭം നടക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇറാനിൽ പ്രക്ഷോഭം നടന്നാലും ഇല്ലെങ്കിലും ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ കൊഹസീവാണ്.
അവരുടെ പൊസിഷനിൽ എന്താണ് അവർ ഏകതയോടുകൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിലപാടെന്താണ്? ഈ പറയുന്ന റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ ട്രംപ് വരുന്ന റിപ്പബ്ലിക്കൻ ക്യാമ്പ് അങ്ങേയറ്റം ഡിവൈഡഡ് ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ഹൗസായി നിൽക്കുകയാണ്. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായിട്ടുള്ള ടക്കർ കാൾസൺ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ന്യൂക്ലിയർ ഇറാൻ ഈസ് ബെറ്റർ ദാൻ എ ഡീസ്റ്റബിലൈസ്ഡ് ഇറാൻ എന്നാണ്. നിങ്ങൾ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ബോംബിട്ടിട്ട് ആ രാജ്യത്തെ ഡീസ്റ്റബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അറിയോ? അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എല്ലാ കാലത്തും അമേരിക്കൻ എക്കണോമിയെ തന്നെ കുളം തോണ്ടാൻ പോകുന്ന അതിഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും. അതുകൊണ്ട് ന്യൂക്ലിയർ ഇറാൻ ഈസ് ബെറ്റർ ദാൻ എ ഡീസ്റ്റബിലൈസ്ഡ് ഇറാൻ എന്നാണ് അദ്ദേഹം അതിശക്തമായി എല്ലാ ദിവസവും ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഷോയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവൻ കണ്ടില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ ആരായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുക? പലസ്റ്റൈനിലെ ക്രിസ്ത്യൻ അവിടുത്തെ ആർച്ച് ബിഷപ്പായുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പലസ്റ്റൈൻ ടെറിട്ടറീസിൽ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്ന ഇസ്രായേലിനാൽ അഭിമുഖീകരിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും അങ്ങേയറ്റത്തെ ഹ്യൂമിലിയേഷനെക്കുറിച്ചും ഒരു വാചകം അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ഈ ഹ്യൂമിലിയേഷൻ്റെ എന്തൊക്കെയാണ് ഹ്യൂമിലിയേഷൻസ് ടക്കർ കാൾസൺ ഈ ആർച്ച് ബിഷപ്പിനോട് ചോദിക്കുമ്പോൾ സോറി എനിക്ക് ഓൺ എയർ പറയാൻ പറ്റില്ല പല കാര്യങ്ങളെന്നാണ് പറയുന്നത്. നമുക്ക് ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഭരണാധികാരികളാണ് ട്രംപും JD വാൻസും എന്നാണ് ഈ ക്രിസ്ത്യൻ റൈറ്റ് വിങ് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നത്. അവിടെയാണ് ക്രിസ്ത്യൻ റിലീജിയോസിറ്റി ഞാൻ അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവന്നാണ് ട്രംപ് ഇന്നലെയും പറഞ്ഞു. ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ മതത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് ടക്കർ കാൾസൺ ഇൻ്റർവ്യൂ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. ആരുള്ള ഇൻ്റർവ്യൂ ആണ്? അവിടുത്തെ ഫലസ്തീനിലെ ആർച്ച് ബിഷപ്പുകളുടെ ഇൻ്റർവ്യൂ. ആർച്ച് ബിഷപ്പ് എന്താ പറയുന്നത്? ഞങ്ങൾ എല്ലാ ദിവസവും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിവേചനത്തെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില ഹ്യൂമിലിയേഷൻ അത് ഓൺ എയറിൽ പറയാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് അങ്ങനൊരു ഇൻ്റർവ്യൂ ഇന്നലെ ടക്കർ കാൾസൺ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ നിലക്ക് മേഗാ ക്യാമ്പിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരമുണ്ട്. ഇതിനിടയിൽ നിൽക്കുകയാണ് JD വാൻസ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്. നോക്കൂ, ഈ പറയുന്ന റെട്ടറിക്സ് എല്ലാം നടക്കും. മാർക്കോ റൂബിയോ ഡയലോഗുകൾ അടിക്കുന്നുണ്ട്, പിന്നെ ട്രംപ് ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. JD വാൻസിൻ്റെ ഡയലോഗുകൾ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. കാരണം ഈ ബ്രിഡ്ജ് ഈ ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഉള്ള ആ ഒരു ട്രിപ്പീസിലാണ് പുള്ളി നിൽക്കുന്നത്. കാരണം പുള്ളി ഈ പറയുന്ന ഇൻ്റർവെൻഷനിസ്റ്റ് അപ്രോച്ച് ഉണ്ടല്ലോ, എല്ലായിടത്തും കയറി ഇടപെടുക, അതിനെതിരാണ്. ഈ പറയുന്ന ഐസൊലേഷനിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ JD വാൻസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി, വി ആർ നോട്ട് ഗോയിങ് ടു അറ്റാക്ക് എ കൺട്രി, വി ആർ നോട്ട് ഇൻ എ വാർ വിത്ത് എ കൺട്രി, വി ആർ ഇൻ എ വാർ വിത്ത് എ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഇന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് യുദ്ധത്തിന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെതിരെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് സന്ദേശം? എന്താണ്? ഈ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല എന്നാണ് JD വാൻസ് പറയുന്നത്.